ദൈവത്തിൻ്റെ മക്കളെ, അതായത് നമുക്കൊരു ഉടമസ്ഥനുണ്ട്. ആരാ നമ്മുടെ ഉടമസ്ഥൻ? നമ്മുടെ യേശു കർത്താവാണ് നമ്മുടെ ഉടമസ്ഥൻ. നമ്മളെ കുറച്ച് ഇപ്പം നമ്മളെല്ലാം ഇവിടെ സന്തോഷിച്ച് VBS ഒക്കെ പഠിച്ചിരിക്കുക. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു നമ്മുടെ കർത്താവ് വീണ്ടും. അപ്പം ഈ പാപം നിറഞ്ഞ, ഈ ചെളി നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മളെ എന്ത് ചെയ്യും? എവിടോട്ട് കൊണ്ടുപോകും? സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തിക്കേ. സ്വർഗത്തിൽ പോകാൻ, നരകത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർ ഒന്ന് കൈ ഉയർത്തിക്കേ. നരകത്തിൽ തണ്ടാമോൻ ആഗ്രഹം. ഞാൻ കണ്ട ആരെയാ കൈ പൊക്കിയത്? അപ്പോൾ സ്വർഗത്തിൽ പോകാൻ നിങ്ങൾക്ക് എല്ലാം ആഗ്രഹം അല്ലേ? ടീച്ചർമാർക്ക് ഒരാഗ്രഹവും ഇല്ല. അവർക്ക് എങ്ങനെയും കുറച്ചാൾ ഇവിടെ തട്ടിക്കൂട്ടിയൊക്കെ. അങ്ങനെയാണോ? ആണോ? സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരാ കൈ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞേ. ചുമ്മാ ഹല്ലേലൂയ പറഞ്ഞാൽ പോരാ. നമ്മൾ ഈ വടംവലി കണ്ടുണ്ടോ? സാറിന് സിംഹം ആണെങ്കിലും സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹം. സിംഹത്തിന് സ്വർഗത്തിൽ സ്ഥലമുണ്ടോ? അല്ലേ? കേട്ടോ? ഇപ്പൊ നമ്മള് ഇത് കണ്ടോ, ഇത് വടം ഒന്ന് പിടിച്ചേ. വടം സാറേ ഓടി വാ സാർ, വടം പിടിക്കും. അപ്പൊ നമ്മൾ ഹല്ലേലൂയ പറയുമ്പോ ഹാ 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 ലേ 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 ലൂ യാ. വടം പൊട്ടി വീഴണ്ടേ? ഞാൻ പറയുമ്പോഴത്തേക്ക് സാറ് വീഴണം. ഞാൻ വൈകി പിടിച്ചിരിക്കുന്നു. എല്ലാരും പിടിച്ചേ. ആ ലേ ലൂ യാ. സാറിന് ഒരു പ്രതിയോഗി വന്നിട്ടുണ്ട്, പിടിച്ചോ. തെറിച്ച് വീഴണം കേട്ടോ. ഹാ ആ ഹാ ലേ ലേ ലൂ ലൂ ലൂ. നിങ്ങൾ പറയുന്നില്ല. ഹാ ഹാ ലേ ലൂ യാ. വടം പൊട്ടിയില്ല. അവൻ പോയിരുന്നു, അവൻ്റെ കാലം പിടിച്ച് വലിക്കല്ലേ കേട്ടോ. അപ്പോൾ ഓക്കെ. ഇപ്പൊ നമ്മൾ വടം വലിച്ചു ഹല്ലേലൂയ പറയല്ലേ? നമ്മൾ മിടുക്കനാണ്, എല്ലാ ഐഡിയ അറിയാം. ఇప్పుడు వస్తాను అభియాయగా. നിങ്ങളോട് ചില കാര്യമൊക്കെ പറയാനുണ്ട്. പക്ഷെ പള്ളിക്ക് നിങ്ങളുടെ ഭാഷ. അപ്പൊ ഞാന് പള്ളി എവിടുന്നാ വരുന്നത് നമുക്ക് ചോദിച്ചാലോ? പള്ളി ഉഗാണ്ടയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ബോംബെയിൽ ഇറങ്ങി ആറ്റിക്കൂടെ നീന്തി പിന്നെ
കൊച്ചിൻ എയർപോർട്ടിൽ വന്നിട്ട് ഇവിടെ വന്നു. ആ കറക്റ്റാന്ന് പറഞ്ഞത്. പണ്ണിയുടെ വീട്ടിലാരൊക്കെ? 3 വലിയ കുട്ടികളും 2 കൊച്ചു കുട്ടികളും ഒരു ഭാര്യ ഇവിടെ. ആ ഇവിടെ ആക്ഷൻ കളിക്കാൻ നിങ്ങൾക്ക് അറിയാമെന്നാ പണി ചോദിക്കുന്നത്. പണ്ണിക്ക് ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. നിങ്ങൾ എന്തുവാ രാവിലെ കഴിച്ചത്? നിങ്ങളാരും എന്താ ബണ്ണിക്ക് കഴിക്കാൻ കൊടുക്കാൻ? ബണ്ണിക്ക് എന്തെങ്കിലും കൊടുക്കാൻ നിങ്ങളുടെ ഉണ്ടോ? ഇപ്പോ പാട്ടിട്ട് നമുക്ക് ആക്ഷൻ കളിക്കണമെന്ന്. ബണ്ണി പറയുന്നത് നിങ്ങളുടെ കൂടെ ബണ്ണിക്ക് ഒന്ന് തുള്ളി ചാടണം. എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? ബണ്ണി ചോദിച്ച മനസ്സിലായില്ലേ? ആർ യു റെഡി? വൺസ് മോർ ഒരിക്കൽ കൂടെ. ഈ ബണ്ണി പറഞ്ഞു കേട്ടോ, ഈ ബണ്ണി ഈ വർഷം പോയതിൽ ഏറ്റവും മിടുക്കരായ കുട്ടികൾ ഇവിടെ ആണെന്ന്. ആക്ഷൻ കളിക്കാൻ ബണ്ണി റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ എന്ന് മാത്രല്ല, ബണ്ണി ഒരു കാര്യം കൂടെ പറഞ്ഞു. ബണ്ണിയെ കയറി ആരും പിടിച്ച് ഞെക്കരുത്. മനസ്സിലായോ? നിങ്ങൾ പിടിച്ച ബണ്ണി കടിക്കും. അതുകൊണ്ട് ദേഹത്ത് തൊടരുത്. ആക്ഷൻ കളിച്ചോളൂ, ഫോട്ടോ എടുത്തോളൂ, തുള്ളിച്ചാടിക്കോളൂ. പിന്നൊരു കാര്യങ്ങളുണ്ട്. നിങ്ങളെല്ലാം പൊളിക്കുട്ടികളാന്നാ പറയും. അപ്പൊ നമ്മൾ തുടങ്ങല്ലേ? ബണ്ണിക്ക് എല്ലാ പാട്ടും അറിയാം. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, ഉറുദു, ഉഗാണ്ടു. എല്ലാവരും ചാടി നിൽക്കുന്നു. Ready? 1, 2, 3, start. ബണ്ണി കടിക്കും. ചിറകടിച്ചു ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ഇത് ചിറകടിച്ചു ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതായി ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതായി ഉയരങ്ങളിൽ പറന്നിടുമേ. മേലെ ഉയരെ 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 ഞാൻ പറക്കും. 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 ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. കാലം തീർന്നു പോയല്ലോ, മതിലുകളെ മറികടക്കും നേരം വന്നല്ലോ. മരുഭൂമിയിൽ ചുറ്റും കാലം തീർന്നു പോയല്ലോ, മതിലുകളെ മറികടക്കും നേരം വന്നല്ലോ. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ.
ഞാൻ പറക്കും ഉയരെ 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 ഞാൻ പറക്കും ഉയരെ 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 ഞാൻ പറക്കും ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ வனாந்தரத்தை சுட்டும் நாட்கள் முடிந்து விட்டது மதில்களை நான் தாண்டும் நேரம் வந்து விட்டது வனாந்தரத்தை சுட்டும் நாட்கள் முடிந்து விட்டது மதில்களை நான் தாண்டும் நேரம் வந்து விட்டது உன்னதரின் மகிமை என் மேல் உதித்ததால் சிறகடித்து பறந்திடுவே உன்னதரின் மகிமை என் மேல் உதித்ததால் சிறகடித்து பறந்திடுமே மேலே உயரே 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 நான் பறப்பேன் 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 உன்னதரின் மகிமை என் மேல் உதித்ததால் சிறகடித்து பறந்திடுவே உன்னதரின் மகிமை என் மேல் உதித்ததால் சிறகடித்து பறந்திடுவே மேலே உயரே 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 நான் பறப்பேன் 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 ബണ്ണിക്ക് ബണ്ണിക്ക് ബണ്ണി എങ്ങനെയുണ്ട് ബണ്ണി എങ്ങനെയുണ്ട് സൂപ്പറാണോ ഓ നിങ്ങൾ എന്തോ സൂപ്പർ ഡാൻസ് ആയിരുന്നു ബണ്ണി പറഞ്ഞത് ബണ്ണിയുടെ നാട്ടിൽ പോലും ഇങ്ങനെ ആരെയും കണ്ടിട്ടില്ല ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബണ്ണിയോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ ആ എന്താ ബണ്ണിക്ക് എത്ര വയസ്സായി ബണ്ണിക്ക് 1932 വയസ്സായി എന്നാലും ബണ്ണി ഇപ്പൊ ചുറിയുറുക്കോളാണ് ഇനി ആർക്കെങ്കിലും വല്ലതും ചോദിക്കാനുണ്ടോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഉഗാണ്ടയിലാണ് ബണ്ണി നിങ്ങളെ പോലുള്ള പിള്ളേരെ കിട്ടിയാ പിടിച്ചു തിന്നു ബണ്ണിയുടെ നാട് പറഞ്ഞല്ലോ ഉഗാണ്ട ഇനി വേറെ 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 ഇവിടെ God is my father. അതാണ് ബണ്ണി പറഞ്ഞത്. ഇനി പുതിയ ഒരാർക്കല്ലേ ബണ്ണിയുടെ പേരാണ് ബണ്ണി. ബണ്ണിയുടെ ഫുൾ ബണ്ണിക്ക് ഒരു ചേട്ടനും 2 അനിയനുമാണ്. പിന്നെ ബണ്ണിയുടെ ഫുൾ നെയിം കേൾക്കണം. ഡിങ്കോൾഫ് ഡിലോക് ഡാർസ് ദീസ് ബണ്ണി. ഒരു ആക്ഷൻ കൂടെ ബണ്ണിക്ക് കളിക്കണമെന്ന്. ആർ യു റെഡി? ബണ്ണിക്ക് ഒരു ആക്ഷൻ കൂടെ നിങ്ങളോട് കളിക്കണം. വല്ലാത്ത കാലമാണ്. മലയാളം പാട്ട് ബണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആർ യു റെഡി? സാറേ വല്ലാത്ത കാലം. ഒറിജിനൽ പോലും തോറ്റുമടങ്ങും AI എന്റെ കാലമാ.
വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ, വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ. ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ, ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ. വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ, വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ. പുറമേ കണ്ടാൽ വൗ വൗ വൗ, അകമേ മുഴുവൻ അയ്യയ്യോ. പുറമേ കണ്ടാൽ വൗ വൗ വൗ, അകമേ മുഴുവൻ അയ്യയ്യോ. പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം, പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം. അയ്യോ അയ്യോ അയ്യോ, ശനാണം ഞാൻ നാണം, ഞാൻ നാണം കെട്ടല്ലോ. വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ, വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ. നല്ലതു നോക്കി ചൂസ് ചെയ്യാം, ചീത്തയൊക്കെ തള്ളിക്കളയാം. നല്ലതു നോക്കി ചൂസ് ചെയ്യാം, ചീത്തയൊക്കെ തള്ളിക്കളയാം. ബുദ്ധി മാത്രം പോരാ, അതിനൻ ദൈവകൃപയും വേണം. ബുദ്ധി മാത്രം പോരാ, അതിനൻ ദൈവകൃപയും വേണം. ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ, ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ. ബുദ്ധി മാത്രം പോരാ, അതിനൻ ദൈവകൃപയും വേണം. ബുദ്ധി മാത്രം പോരാ, അതിനൻ ദൈവകൃപയും വേണം. വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ, വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ. അപ്പോ നമ്മുടെ ബണ്ണി നമ്മളോട് അടിച്ചു പൊളിച്ചല്ലേ. ഓ സൂപ്പറാന്നാ ബണ്ണി പറഞ്ഞത്, എന്തോ ഉഷാറായിരുന്നു. ആ നന്നായിട്ട് കൈയടിക്കണം കൈയടിക്കണം. ആ ബണ്ണിക്ക് എന്തെങ്കിലും പറയാനുണ്ട്? ആ നിങ്ങൾ കൊച്ചു കുട്ടികൾ മുതൽ വലിയ കുഞ്ഞുങ്ങൾ വരെ ദിവസവും നന്നായിട്ട് ബൈബിള് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നാണ് ബണ്ണിക്ക് പറയാനുള്ളത്. നിങ്ങൾ ചെയ്യുവോ? അങ്ങനെ ചെയ്യുന്നുള്ളവർ കൈ ഉയർത്തിക്കേ. ആ ബണ്ണി നിങ്ങൾ സൂപ്പർ കുട്ടികളാണ്. അപ്പോ ഇനി ആർക്കൊന്നും പറയാനില്ലല്ലോ. ബണ്ണി നമുക്കൊരു ഫോട്ടോ എടുത്താലോ? ഒരു ഫോട്ടോ എടുത്താം. ബണ്ണിയുടെ കൂടെ സെൽഫി എടുക്കണോ? ആ എല്ലാരും അങ്ങോട്ട് നീങ്ങുന്നേ, പുറകോട്ട് നീങ്ങുന്നേ. ആ പുറകോട്ട് നീങ്ങുന്നേ. ആ ബണ്ണിയുടെ കൂടെ നമുക്കൊരു സെൽഫി എടുക്കാം. ആ എല്ലാരും കാണാം. ആ ബണ്ണിയുടെ കൂടെ എല്ലാരും ചേർന്നേ. ഇങ്ങോട്ട് വാ. ആ ബണ്ണിയുടെ കൂടെ ഫോട്ടോ. എല്ലാരും ഒന്നിച്ച് പറയണേ. ഓക്കേ, സൂപ്പർ. നമുക്ക് ബണ്ണിക്ക് നല്ലൊരു താങ്ക്സ് പറയണ്ടേ. ആ ബണ്ണിക്ക് അടുത്ത VBSന് പോവാൻ സമയമായി. ബണ്ണി അതുകൊണ്ട് പോവാണ്. ബണ്ണിക്ക് ഒരു ബൈ കൊടുക്കാമോ? ആദ്യം ബണ്ണി
പോകല്ലെന്ന് പറ. ബണ്ണി പോണോ? നിങ്ങൾ എല്ലാരും പറ, ബണ്ണി പോകല്ലേ, ബണ്ണി പോകണ്ട, ബണ്ണി പോകല്ലേ എന്ന് പറയൂ. ബണ്ണിക്ക് സമയമായി. ബണ്ണിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമായി. പക്ഷെ ബണ്ണിക്ക് അടുത്തൊരു പ്രോഗ്രാമിന് പോകണം. വിസ തീരുന്നതിന് മുമ്പേ എല്ലായിടത്തും പോയിട്ട് ബണ്ണി കുറച്ചു നേരം കൂടെ നിൽക്കാവോ? ബണ്ണിയുടെ നമ്പർ യൂട്യൂബ് ചാനലിൽ ബണ്ണിയുടെ വീഡിയോ ഉണ്ട്. XLVBSന്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ ബണ്ണിയെ നമുക്ക് എപ്പോഴും കാണാം. ബണ്ണിക്ക് XLVBS की बोलो इस मसीह की. ബണ്ണിക്ക് എല്ലാവരും ടാറ്റ കൊടുത്തേ. ടാറ്റ ബണ്ണി, ബൈ ബൈ ബണ്ണി, ബൈ ബൈ ബണ്ണി, ബണ്ണി ബൈ ബൈ, ബണ്ണി ബൈ ബൈ. എല്ലാരും വേഗം ഒന്ന് പ്രാർത്ഥിച്ചെന്ന് ചെയ്യാം. നമുക്ക് VBS അവസാനിപ്പിക്കാം. അപ്പോൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്തനാഥ പിൽപാസ് മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശ്വാദം പറഞ്ഞ് ഈ സെക്ഷൻ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുക. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ഉച്ചയായ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങളോട് ആഗ്രഹിച്ച് ആരംഭിച്ച VBSന്റെ 3-ാം ദിവസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം. ആവശ്യമായ കുഞ്ഞുങ്ങളെ ഈ VBSൽ സംബന്ധിപ്പാൻ ദൈവം വിവിധ ഇടങ്ങളിൽ നയിച്ചല്ലോ. ദൈവവചനം പങ്കിടുവാനായിട്ട് കർത്താവെ അധ്യാപകരെ ദൈവം ഒരുക്കിയല്ലോ. ഈ VBSനെ മനോഹരമാക്കി നേതൃത്വം കൊടുക്കുവാൻ XLVBSനും അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കും ദൈവം അവസരം കൊടുത്തല്ലോ. അതിൽ പങ്കെടുത്ത സംബന്ധിച്ച എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അധ്യാപകരെ, കർത്താവെ പാട്ടുകൾ പഠിപ്പിച്ച ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ കൃപയെല്ലാം അവരുടെ മേലും അവിടുന്ന് പകരണമേ. ഇത് വളരെ ഭംഗിയായി ഇവിടെ ചെയ്യുവാൻ ഇവിടെയുള്ള ദൈവസഭയെയും നിന്റെ ദാസനെയും കുടുംബത്തെയും ഇവിടെയുള്ള ദൈവമക്കളെയും കർത്താവ് ഒരുക്കിയല്ലോ. അവർക്ക് കൊടുത്ത നല്ല ദർശനത്തിനായി കാഴ്ചപ്പാടുകൾക്കായി സ്തോത്രം. കർത്താവ് ഇതിനാവശ്യമായിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും വീണ്ടും അവിടുന്ന് ചെയ്ത് ഈ VBSനെ വളരെ വിജയത്തിലേക്ക് ദൈവം കൊണ്ടുവരണമേ. നാളെ ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടണമേ. തിരുഹിതമെങ്കിൽ വെള്ളിയാഴ്ച നടക്കുന്ന റാലി, സമാപന സമ്മേളനം എല്ലാം അനുഗ്രഹവും കുഞ്ഞുങ്ങൾക്ക് നന്മയും അവരുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ട ദൈവവചനത്തിന്റെ വിത്ത് അവരുടെ ഹൃദയങ്ങളിൽ വളർന്നു വരുവാൻ നല്ല സ്വഭാവമുള്ളവരായി ദൈവരാജ്യത്തിന്, മഹത്വത്തിന്, സമൂഹത്തിന് അവർ പ്രയോജനപ്പെടുവാൻ അവിടുന്ന് അവരെ സഹായിക്കണമേ. അവരെ VBSന് വേണ്ടി പറഞ്ഞയച്ച അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ. തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി മഹത്വം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേട്ട് ഉത്തരവരുളുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശീർവാദം വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കാവലും നമ്മോടും നാം ഏവരോടും ഓർത്ത് പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളോടും ഇവിടെ നടക്കുന്ന VBSനോടും ഇപ്പോൾ മടക്ക യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളോടും ഇപ്പോഴും എന്നേക്കും കർത്താവിന്റെ 2ാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ചേർന്ന് കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹലോ ഗൈസ്, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് കോട്ടയം മൂലയിടത്തെ കുട്ടികളുടെ VBS ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുട്ടികളുടെ റിവ്യൂ അറിയാം. നമുക്ക് കുട്ടികളോട് തന്നെ ചോദിച്ചു നോക്കാം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു VBS? നല്ലായിരുന്നു. ആ, പാട്ടുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, സൂപ്പർ. ആക്ഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. എല്ലാം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ആക്ഷൻസ് അല്ലായിരുന്നു? ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ഓക്കെ, ഒറിജിനൽ പോലും ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓക്കെ, നമുക്ക് ഇത് ചിറകടിച്ചു വരുന്നതിന്റെ ഇതെങ്ങനെ ഉണ്ടായിരുന്നു? ഇത് ചിറകടിച്ചു വരും പാട്ട് സെറ്റ് അല്ലായിരുന്നു? പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് ബണ്ണി ഇവിടെ വന്നായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ബണ്ണി വന്നായിരുന്നു. നിങ്ങൾ ബണ്ണിയെ പറ്റിയുള്ള റിവ്യൂ എങ്ങനെയാണ്? ബണ്ണി എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, ബണ്ണിക്ക് ഇവിടെ ഭയങ്കര ഫാൻസ് ആണ് നമ്മുടെ ഇവിടെ കോട്ടയം മൂലത്ത്. ഓക്കെ, ബണ്ണിക്ക് ഭയങ്കര ഫാൻസ് ആയിരുന്നു. ബണ്ണിയായിട്ട് ഭയങ്കരമായിട്ട് പിള്ളേർ നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു VBS? സീനായിരുന്നു, അടിപൊളിയായിരുന്നു. ബണ്ണി ഇഷ്ടപ്പെട്ടോ? പിന്നെ തീരല്ലേ. ബണ്ണി എങ്ങനെ ഉണ്ടായിരുന്നു? ബണ്ണി
ഫുള്ളും പവറാ വന്നേ വണ്ടി എവിടുന്നാ വന്നേ? ബണ്ണി എന്നെ ഉങ്കാട്ടയോ ഉഗാണ്ടേതാണ് വന്നിരിക്കുന്നത്. കുട്ടികളെ പോലെ തന്നെ ടീച്ചേഴ്സ്മാരും വളരെ എക്സൈറ്റ്മെന്റിലാണ് VBS. നമുക്കൊരു ടീച്ചറിനോട് ചോദിച്ചു നോക്കാം. ടീച്ചറെ എങ്ങനെയുണ്ടായിരുന്നു VBS? അടിപൊളിയായിരുന്നു VBS. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാൻ വരുന്നത്. അതിന് കുറെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും എനിക്കും പഠിക്കാൻ കുറെ പറ്റി. പിന്നെ അടിപൊളി VBS ആയിരുന്നു. ആക്ഷൻ സോങ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഞങ്ങളും കൂടെ കളിച്ചു. ടീച്ചറെ എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ VBS? ഈ പ്രാവശ്യത്തെ VBS അടിപൊളിയായിരുന്നു. ഏറ്റവും നല്ലതായി നടന്നു. നല്ല പാട്ടുകളെ, നല്ല ആക്ഷൻ സോങ്ങുകളെ, നല്ല ദൈവത്തെ കൂടുതൽ അറിയാനുള്ള നല്ലൊരു അവസരമായിരുന്നു ഇത്. കുഞ്ഞുങ്ങളൊക്കെ നന്നായി വന്ന് പഠിച്ചു. പഠിപ്പിക്കാനുള്ളൊരു ദൈവകൃപയും ഞങ്ങളുടെ മേൽ പകർന്നു. അങ്ങനെ അതുകൊണ്ട് ഇതെല്ലാം ഏറ്റവും അനുഗ്രഹവും ഭംഗിയായിട്ടുള്ളത് സ്തോത്രം ചെയ്യുന്നു. തിമൂലയുടെ VBSലെ ടീച്ചറായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. ടീച്ചറിന്റെ VBSനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് എന്ന് പറയാം. ഈ VBSനെ കുറിച്ച് എനിക്ക് ഏറ്റവും നല്ല അഭിപ്രായമാണ്. എനിക്ക് മനസ്സുകൊണ്ടും വളരെ സന്തോഷം ഈ ദിവസങ്ങളൊക്കെ അനുഭവിക്കാൻ ദൈവം ഇടയാക്കി. നശിച്ചു പോകുന്ന ഒരു തലമുറയുടെ നടുവിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും VBS മൂലം അനേകം നല്ല കാര്യങ്ങൾ ദൈവവചനമാണെങ്കിലും അവിടെ ആക്ഷൻ സോങ്ങുകളും എല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ ടീച്ചേഴ്സിനൊക്കെ അതിനൊരു അവസരം തന്നതിൽ ഈ VBSന്റെ എല്ലാ സംഘാടകരോടും ഞങ്ങൾ നന്ദി പറയുന്നു. തന്നെയുമല്ല ഈ ഒരു ദിവസങ്ങളൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം, ദൈവിക സന്തോഷം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ശുഭഭാവി ദൈവനാമത്തിൽ നേരും. ഇനി ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടിയാൽ ടീച്ചർ പ്രവർത്തിക്കാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും ദൈവം അവസരം തരുന്ന പക്ഷം അതിനുവേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു ടീച്ചർ. 2024 എക്സൽ VBSലെ കുട്ടികൾ വളരെ സന്തോഷത്തിലും എക്സൈറ്റ്മെന്റിലുമാണ്. നമുക്ക് പിള്ളേരോട് ചോദിച്ചറിയാം എങ്ങനെയുണ്ടായിരുന്നു VBS? അടിപൊളിയായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു. പാട്ടൊക്കെ അടിപൊളിയായിരുന്നു. ആക്ഷനൊക്കെ ആക്ഷനൊക്കെ പൊളിയായിരുന്നു. ഓക്കെ, പിന്നെ പഠിപ്പിച്ച കഥകളൊക്കെ വണ്ടർ ഗേൾസിലെ ലീഡറിനോട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു VBS? ലീഡറെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല VBS ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആക്ഷൻ സോങ് ഒക്കെ ആയാലും പൊളിയായിരുന്നു. ഡയറക്ടേഴ്സ് നല്ല പെർഫോമിങ് ചെയ്യാൻ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നിന്നു. പിന്നെ നല്ല രീതിയിൽ പോയിന്റ് സ്കോർ ചെയ്യാൻ രണ്ട് ടീമാർക്കും പറ്റി. നല്ല രീതിയിൽ എല്ലാവരും കട്ട സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് ഡയറക്ടേഴ്സ് ആയാലും നല്ല ആക്ഷൻ സോങ് ഒക്കെ ആയിരുന്നു. അനേക ഗെയിമുകളിലൊക്കെ സമ്മാനം വാരിക്കൂട്ടിയ ഒരാളാണ് ഈ നിൽക്കുന്നത്. നമുക്ക് അയാളോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു VBS? VBS അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെയുള്ള സാറുമാരെല്ലാം പൊളിയായിരുന്നു. മനോജ് സാറ്, പിന്നെ റേസൻ സാറ്, പിന്നെ ആക്ഷൻ സോങ് ഒക്കെ പഠിപ്പിച്ച ചേച്ചിമാരൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. ഭയങ്കര വൈബായിരുന്നു. പിള്ളേരും അടിപൊളിയായിരുന്നു. ക്ലാസ്സിലെ സാറുമാരാണെങ്കിലും ക്ലാസ് അതിൻ്റെ കൂടെ തന്നെ പുറത്തുനിന്നും കൂടെ എല്ലാം എക്സാമ്പിൾസ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തന്നു. ഗെയിംസ് ഒക്കെ പൊളിയായിരുന്നു. ഞങ്ങൾ അടിച്ചു പൊളിച്ചു VBS. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കാനും അവരെ പഠിപ്പിക്കുവാനും അവർക്ക് വേണ്ട നിലകളിൽ നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് VBSനോടുള്ള ബന്ധത്തിൽ നന്നായി പ്രവർത്തിപ്പാൻ, നന്നായി പഠിപ്പിക്കുവാനൊക്കെ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകാലം ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഈ VBSലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിലും അവരെ കർത്താവിങ്കിലേക്ക് കുറച്ചുകൂടെ അടുപ്പിക്കുന്നതിനും ഈ VBS കാരണമാകുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപ തുടർന്നും പ്രത്യേകിച്ച് എക്സൽ VBSനോടും അതിൻ്റെ പ്രവർത്തനങ്ങളോടുമുള്ള ബന്ധത്തിൽ പകരപ്പെടുവാനിടയാകട്ടെ. ഈ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഈ പ്രദേശത്തെ ആദ്യത്തെ VBS ആണ് മൂലയിടത്തുള്ള VBS എക്സലിൻ്റെ നേതൃത്വം നടക്കുന്നത്. പ്രത്യേകിച്ച് അതിന് ഞങ്ങൾക്ക് പ്രചോദനമായി തീർന്നത് ഞങ്ങളുടെ സ്നേഹിതനായിരിക്കുന്ന ഈ ദൈവസഭ ശുശ്രൂഷകനായിരിക്കുന്ന അനീഷ് പാസ്റ്ററിൻ്റെ സ്നേഹിതനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മനോജ് എബ്രഹാമാണ്. തന്നെ ഓർത്തും തൻ്റെ കുടുംബത്തെ ഓർത്തും ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഇത് ഞങ്ങളായിരിക്കാൻ ലഭിക്കപ്പെട്ട നല്ല അവസരത്തിന് കർത്താവിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എക്സൽ VBSനോടുമുള്ള ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ, ഈ VBSൽ പാസ്റ്റർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില പ്രോഗ്രാമുകൾ അല്ലെ എങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ എന്താണുള്ളത്? എനിക്ക് ഈ പ്രാവശ്യം കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് പതിവിന് വിരുദ്ധമായിട്ട് ഞങ്ങളുടെ കുഞ്ഞ് സഹോദരിമാർ രണ്ടുപേർ, പ്രത്യേകിച്ച് ഞങ്ങൾ മൂത്ത മോളെന്ന് വിളിക്കുന്ന ഞങ്ങളുടെ മനോവിവാസ മകൾ പ്രിയ മെർലിൻ, അതോടൊപ്പം സാധാരണ ഭൂമിയിൽ നിന്നാണ് ആക്ഷനൊക്കെ കളിക്കാൻ ആളുകൾ വരാനുള്ളൂ. ഇപ്രാവശ്യം സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു അതിഥിയുണ്ട്, ഞങ്ങളുടെ പ്രിയ ഏഞ്ചൽ. ആ പ്രിയ കുഞ്ഞുങ്ങൾ അവരോടുള്ള ബന്ധത്തിൽ പ്രിയ പ്രൈസ്പിനും കൂടെ ചേർന്നപ്പോൾ ആ ഒരു ടീം അവരുടെ കാര്യങ്ങൾ പൂർത്തിയായി. അതോടൊപ്പം പ്രിയ മനോജ് പാസ്റ്റർ, അദ്ദേഹം ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ നല്ല വൈബാണ്. അവർ നല്ല പൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അവരോട് ചേർന്ന് നിന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കർത്താവ് കൃപ ചെയ്യുന്നു. ആന്റിക്ക് എന്താ പറയാനുള്ള VBSനെ പറ്റി ഒരു വാക്ക് ഒന്ന് പറയാം?
ഏറ്റവും നന്നായിരുന്നു VBS. ഒത്തിരി ഞങ്ങൾ സന്തോഷമാണ്. ഒത്തിരി ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു കുഞ്ഞു പിള്ളേരൊക്കെ ഇത്രയും കിട്ടുമെന്ന് കേട്ടോ. ഭയങ്കര ഇവിടുത്തെ ആശുപാസനാണ് ഭയങ്കര വിഷമമായിരുന്നു എൻ്റെ പിള്ളേരൊക്കെ കിട്ടും. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലെങ്കിൽ അപ്പുറമായിട്ട് ആദ്യത്തെ VBS ഇത്രയും നല്ല അടിപൊളിയൊക്കെ കർത്താവ് സഹായിച്ച ദൈവത്തിന് ഒരുപാട് നന്ദി. കടന്നു പോകുന്ന ടീമിനെല്ലാം ഒരുപാട് നന്ദി. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ സൂപ്പർ ബോയ്സിന്റെ ലീഡർ ഉൾപ്പെടെയുള്ള നമ്മുടെ സീനിയർ താരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. ഈ 2024 VBS ഇവർ അടിച്ചു പൊളിച്ചു. ഇവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം. എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയാം? അടിപൊളി എക്സൽ VBS ഈ പ്രാവശ്യം അടിപൊളിയായിട്ട് കൊണ്ടുവന്നു. വളരെ സന്തോഷം. എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകൾ ഇവിടെ? ഗെയിമായിരുന്നു. ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു. എല്ലാ VBSലും ഈ VBS മാത്രം ഞങ്ങൾ മറക്കത്തില്ല. ഓക്കെ താങ്ക് യു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ 2024 എക്സൽ VBS ഇവിടെ നിങ്ങളെല്ലാം സജീവമായിട്ട് പങ്കെടുത്തു. എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഈ പ്രാവശ്യത്തെ VBS നല്ല ഇഷ്ടപ്പെട്ടു. നല്ല രസമായിരുന്നു. ഇപ്രാവശ്യം ഡാൻസും പാട്ടും എല്ലാം നല്ല രസമായി. ഗെയിംസും പിന്നെ വണ്ടി വന്നതൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടു. പ്രേസൻ സാറും മെല്ലി ചേച്ചി ഏഞ്ചൽ ചേച്ചി എല്ലാവരും നല്ല പൊളിയായിരുന്നു. പിന്നെ മനോജ് സാർ ഭയങ്കര വൈബാണ്. അപ്പോൾ താങ്ക് യു. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ എക്സൽ VBS അടിപൊളിയാണ്. സൂപ്പറാണ്. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പൊളിച്ചടിക്ക്. ഇവിടുത്തെ കുട്ടികളെല്ലാം നല്ല വൈബായിരുന്നു. പിന്നെ എന്താ പറയാനിരിക്കാൻ ഞങ്ങളുടെ മനോജ് സാറ് സെറ്റാണ്. പിന്നെ എക്സൽ VBSലുള്ള പാട്ടുകളും അതുമെല്ലാം നല്ല ഓളമുള്ള പാട്ടായിരുന്നു. താങ്ക് യു. ഈ പ്രാവശ്യത്തെ VBS എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഈ വർഷത്തെ VBSൽ 3ാമത്തെ VBS ആണ്. എൻ്റെ ഇവിടുത്തെ പിള്ളേരെല്ലാം നല്ല അടിപൊളിയാണ്, നല്ല വൈബാണ്. ഇവിടുത്തെ VBS സൂപ്പറാണ്. കർത്താവിൻ്റെ കൃപയാലെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് മൂലയിടം ചർച്ച് സഭ അവിടെയുള്ള ദൈവമക്കളും ചുറ്റുപാടുള്ള പ്രിയപ്പെട്ടവരും ചേർന്ന് നടത്തിയ ഈ VBS വളരെ അനുഗ്രഹപ്രദമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ പ്രാർത്ഥിച്ച് ആരംഭിച്ച ഈ VBS 125 കുഞ്ഞുങ്ങളോളം ഇവിടെ പഠിക്കുവാനായിട്ട് വരികയുണ്ടായി. അനേക ടീച്ചേഴ്സ് ഇതിനെ പഠിപ്പിക്കുവാനായിട്ട് കടന്നു വന്നു. കൂടാതെ നമുക്ക് ഹാളിൽ വെച്ച് നടത്താനാണ് ഈ VBS ആദ്യമായി ക്രമീകരിച്ചത്. എന്നാൽ ഈ ഹാളിന് സമീപമുള്ള ഒരു ഭവനം വീടിൻ്റെ മൂളുവശം ഇതിൻ്റെ VBSന് വേണ്ടിയിട്ട് നൽകുകയുണ്ടായി. സമുദായ ഒരു പിതാവ് അതിനുവേണ്ട സാവകാശങ്ങൾ ഒരുക്കി ആ VBS ഇവിടെ വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നു. നാളെ VBSൻ്റെ സ്നേഹ സൽക്കാര ദിവസമാണ്. വെള്ളിയാഴ്ച ആണ് VBSൻ്റെ സമാപനം. അന്ന് രാവിലെ 8 മണി മുതൽ ഇവിടെ റാലി നടക്കുന്നു. അതിനുശേഷം ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നടക്കുന്നു. പൊതു മീറ്റിങ്ങും ഇവിടെ നടത്തപ്പെടുകയാണ്. ഇത് വളരെ വിജയകരമായിരുന്നു. VBSൻ്റെ സംഘാടകർ, അവരുടെ പ്രവർത്തകർ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. മനോജ് എബ്രഹാമും ടീമും അവരോട് ചേർന്ന് കുഞ്ഞുങ്ങൾ വളരെ ഭംഗിയായിട്ട് ഈ VBSൻ്റെ ആദ്യ നിമിഷം മുതൽ അവര് വളരെ ഭംഗിയായി കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കുകയും അവരെ പാട്ടുകൾ പഠിപ്പിക്കുകയും ചെയ്തു. ഇവിടെയുള്ള ദൈവസഭയുടെ ശുശ്രൂഷൻ പാസ്റ്റർ അനീഷ് ജോർജ് വളരെ ശക്തമായി ഈ VBSന് നേതൃത്വം കൊടുത്തു. അതിനോട് ചേർന്ന് ഈ കോട്ടയം സെന്ററിലെ ദൈവദാസന്മാർ, അതുപോലെ തന്നെ ഇതിന്റെ ഡയറക്ടറായിട്ട് CG ജോൺസൺ പാസ്റ്റർ, കൊല്ലാട്ടെ പാസ്റ്റർ, ഇവരെല്ലാം വളരെ ശക്തമായിട്ട് ഇതിന് നേതൃത്വം കൊടുത്തു. ഇതൊരു വളരെ വിജയമാണ്. ദൈവം വെച്ചാൽ അടുത്ത വർഷങ്ങൾ ഇതിനേക്കാൾ വിപുലമായ നിലയിൽ ഈ പ്രവർത്തനം നടക്കും എന്ന് ഞങ്ങൾ വളരെ പ്രതീക്ഷിക്കുന്നു. ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവർ തന്നെ പിതാവ് അടുത്ത വർഷം വീണ്ടും നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരുന്നു. അദ്ദേഹം ഇതിന്റെ മുറ്റത്ത് പന്തൽ ക്രമീകരിച്ച് VBS നടത്താനുള്ള ഒരു ക്രമീകരണങ്ങളുടെ അദ്ദേഹം അടുത്ത വർഷത്തേക്ക് പറയുകയുണ്ടായി. അങ്ങനെ ഈ വിജയകരമായ ഈ VBS നടത്തുവാൻ ദൈവം അവസരം നൽകി. അത് കർത്താവിനാൽ നിയോഗിക്കപ്പെട്ടതായിരുന്നു. അത് വീണ്ടും ധന്യമായ നിലയിൽ നടക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കോട്ടയം സെന്ററിന്റെ എല്ലാവിധമായ അനുമോദനങ്ങളും അർപ്പിക്കുകയും ചെയ്തു. എക്സൽ VBSൻ്റെ ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഒത്തിരി അഭിമാനത്തോടാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2024 എൻ്റെ 3ാമത്തെ VBS ആണ് ഇവിടെ മൂലയിടം ഷാരോൺ ചർച്ചിൽ വെച്ച് നടക്കുന്നത്. വളരെ നല്ല രീതിയിൽ ഈ VBS കോർഡിനേറ്റ് ചെയ്യുന്ന ഈ സഭ, ഇവിടുത്തെ പാസ്റ്റർ, അതുപോലെ സഹപ്രവർത്തകർ, അധ്യാപകർ, പ്രത്യേകിച്ച് നല്ല മിടുക്കരായ കുഞ്ഞുങ്ങൾ, വളരെ പെട്ടെന്ന് ഏത് പ്രോഗ്രാമും ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്.
അതേപോലെ നന്നായിട്ട് ആക്ഷൻ കളിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് എക്സൽ മീഡിയ ടീമിൻ്റെ വലിയ സപ്പോർട്ട്, ബണ്ണി ഉൾപ്പെടെയുള്ള ആ ഒരു വലിയ എക്സ്പീരിയൻസ് ഇന്ന് അനുഭവിക്കാൻ ഇടയായി തീർന്നു. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ്. ഈ ഡയറക്ടർ എന്നുള്ളതിൽ ഇവിടുത്തെ സഭയും ഇവിടെയുള്ള സഭാജനങ്ങളും അധ്യാപകരും സംഘാടകരും ഒക്കെ കാണിക്കുന്ന നല്ല കൂട്ടായ്മ ഈ കോട്ടയത്തിൻ്റെ നഗരത്തിനടുത്തുള്ള ഈ പ്രദേശത്ത് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത വലിയൊരു സ്വീകാര്യത ഈ VBSന് ലഭിച്ചു. എക്സൽ മീഡിയ ടീം, എക്സൽ VBS തുടങ്ങിയ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. വെള്ളിയാഴ്ച ഇത് അവസാനിക്കുമ്പോൾ വലിയ ഒരു സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അനേക കുഞ്ഞുങ്ങൾ കർത്താവിനെ അറിയുവാനും കർത്താവിൻ്റെ സാക്ഷികളായി മാറാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു എവരിവൺ.